പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം നിറവേറണം പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ മാർഗരീത്ത മറിയം അലോക്കിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ തിരുഹൃദയ വണക്കവാസത്തിൻ്റെ തിരുഹൃദയ തിരുസ്വരൂപത്തിൻ്റെ പ്രാധാന്യത്തെ ഈശോ കർത്താവ് നേരിട്ട് ഈ മകൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറയും. പ്രത്യേകം ഓർക്കുക പ്രിയമുള്ളവരെ, ലോകം മുഴുവനും ആദ്യമായിട്ട് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാൻ ദൈവം പ്രചോദനം നൽകുന്നത് മാർഗരീത്ത മറിയത്തിനാണ്. നാം ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും എപ്പോഴും സ്തുതിക്കുന്ന മക്കളായി തീരുക. ഓരോ പ്രഭാതത്തിലുണരുമ്പോഴും ഓരോ രാത്രി കിടക്കാൻ പോകുമ്പോഴും തിരുഹൃദയത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും നാം ഇടപെടുക. വലിയ അനുഗ്രഹങ്ങളും വലിയ വിജയം നമുക്ക് കർത്താവ് നൽകും. വളരെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പൗലോസ്ലീഹ ഗലാത്യർക്കെതിരെ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള വ്യക്തികളായി പ്രത്യേക തിരഞ്ഞെടുത്ത വ്യക്തികൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാനാണ് ആവശ്യപ്പെടുക. അതോടൊപ്പം ഈശോ കാപട്യത്തെ അഭിനയങ്ങളെ ഈശോ വെറുക്കുകയാണ്. നിയമസരെയും പരിസരെയും നമ്മൾ ആരുടെയെല്ലാം മുമ്പിൽ അഭിനയിക്കണോ അതെല്ലാം കർത്താവ് തുറന്ന മനസ്സോടുകൂടെ നിശുദ്ധമായി വിമർശിക്കുന്നു. അവനെ ഈശോ വെറുക്കുകയും ചെയ്യുന്നു. നമ്മൾ എന്തായിരിക്കുന്നു അവസ്ഥയിൽ തന്നെ നിഷ്കളങ്കമായി ജീവിക്കാനായി പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഈശോ പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, അനേകം കുരുവികളേക്കാൾ നിങ്ങൾ വിലയുള്ളവരാണ്. തീർച്ചയായും കർത്താവിനെ പ്രിയപ്പെട്ട മകനാണ്, പ്രിയപ്പെട്ട മകളാണ്. ഈശോ പറയുന്ന പോലെ നീ എൻ്റെ പൊന്നോമന കുട്ടനാണ്, പൊന്നോമന പുത്രിയാണ്. ആ വലിയ വിശ്വാസത്തോടെ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കാം, പരിശുദ്ധിയോടെ ബലിയർപ്പിക്കാം. നാം ഈ ബലിക്കായി അണയുമ്പോൾ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രതി അപേക്ഷിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജെൻസസ് സക്രിയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ജീതിക എന്ന മകളെ അനുഗ്രഹിക്കണമേ. ടോമി ഓസ്ട്രേലിയ എന്ന മകൻ്റെ വിൽഫ്രഡ് കുടുംബ നിയമങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേക മാമിതം മിനി ഷാജി മാപ്പുശ്ശേരി പള്ളിക്കാവീട് മേരി സെബാസ്റ്റ്യൻ മരണമടഞ്ഞ വൈവരെ സ്വർഗസന്നിധിയിൽ വലിയ കൃപകളാൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആരും പോലുമില്ലാതെ പഴമടത്തിൽ ആർക്കി ത്രേസ്യക്കുട്ടി സെബാസ്റ്റ്യൻ, കളത്തിപ്പറമ്പിൽ അന്തപ്പൻ മറിയം ഷേർലിയും ഔസേഫ് ആലിങ്കൽ അഗസ്ത്യാന ആരും പോലുമില്ലാത്തവർ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾ മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ബലിയിൽ നോക്കാം. അതുപോലെ പ്രത്യേകം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ലെൻസ ഷൈന നടാഷ ജോജോ നികിത തോമസ് വെല്ലി ഷാരൻ ഷീൻ ഹാരി ആശ, പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാസ്പർ ബീന സുബേ ജോർജ് നീലേശ്വരം അഗസ്റ്റിൻ ലൂസി അനൂപ് അജിത് നിഷ ജവാന ജവാക്കി, പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ബേസിൽ ബെഞ്ചമിൻ മോളി അശോക് രശ്മി അജു,
ആശൻ ലോറൻസ്, നിക്സൺ ജോർജ്, ഫെദിയ, മിഗേൽ, അന്ന, നീനോ ജോർജ്, നീനോ ജോസഫ്, ഗ്ലാഡിസ് ക്ലൈറ്റസ്, ജോ പെരേര, എൽസി, സുജ, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ബലിയിൽ ഓർക്കാം. അവിടെ എല്ലാം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളെല്ലാം കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാവരും ഓർക്കാം. ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുന്ന പനക സെബാസ്റ്റ്യൻ, ഇമാനുവൽ കുടുംബാംഗങ്ങൾ, പ്രത്യേകം പുളിപ്പറമ്പിൽ അഗസ്റ്റിൻ കുടുംബാംഗങ്ങൾ, മാണേക്കാട്ട് സാബു കുടുംബാംഗങ്ങൾ, നമ്മുടെ എല്ലാവരെയും നിയോഗങ്ങളും ഓർക്കാം. പ്രാർത്ഥനാ സഹായം യാചിച്ചിരിക്കുന്ന ഓരോ മക്കളെയും ഈ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊന്ന് കൂപ്പിപിടിക്കാം. നമ്മുടെ തെറ്റുകൾ, പാപങ്ങൾ, ബലഹീനതകൾ, പ്രത്യേകിച്ച് ചെറുമട്ടത്ത് ജയിക്കപ്പേടിൻ്റെ കുടുംബത്തെയും ശബരി ജോണിൻ്റെ കുടുംബത്തെയും പ്രത്യേകം പള്ളിപ്പുറമ്പിൽ രാജൻ്റെ കുടുംബത്തെ എല്ലാവരെയും ഓർക്കാം. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ കൂപ്പി തെറ്റുകൾ, ബലഹീനതകൾ ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ ആകിയാൽ ഇതിനെയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്തെ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനെ തിരുഹൃദയ അഭിമാനിച്ചുകൊണ്ട് അവരുടെ സ്നേഹത്തിൻ്റെ വിസ്മയനീയമായ അനുഗ്രഹങ്ങൾ വിശുദ്ധ മാർഗ്ഗരേത്ത മറിയം വഴി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത് ഞങ്ങൾ സ്വർഗീയ നിറവെന്നും നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കാൻ അനുഗ്രഹിക്കണം. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് ക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ വചനം. കർത്താവ് നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനം ഭാഗ്യമുള്ളവരാണ്. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണ മീട്ടി അവിടുത്തെ കീർത്തനം ആലപിക്കുവിൻ. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവ്
കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. കർത്താവ് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പരിസരം ചവിട്ടേൽക്കത്ത വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയാൻ തുടങ്ങി, പരിസരുടെ കാപട്യമാകുന്ന പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മറഞ്ഞിരിക്കുന്ന ഒന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്ന ഒന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, വീട്ടിൽ സ്വകാര്യമായി മുറിയിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമകളിൽ പ്രഘോഷിക്കപ്പെടും. എൻ്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിനെ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവരെ ഭയപ്പെടുവേൻ. അതേ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവേൻ. 5 കുരുവികൾ 2 നാണയത്തിനുള്ളിൽ വിൽക്കപ്പെടുന്നില്ലേ? അവയിലൊന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സിംഹപൂർവം നൽകുന്നു നാഥ, സർവ്വവും കാത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി, അനുഗ്രഹിക്കൂ ദൈവ സമ്മോദമായി. ഉയരുമിക്കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ ക്രിസ്തടവും അലിവോടെ നാഥാ ദൈവമേ, സ്വീകരിക്കൂ. ഈ ബലി സമർപ്പിക്കുകയും ചെയ്യും. സർവ്വസൃഷ്ടികർത്താവിന്റെ അലിവോടെ നാഥാ സ്വീകരിക്കൂ. തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളണേ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ പിതാവേ, അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയത്തിലെ അവാച്യമായ സ്നേഹം ഞങ്ങളെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയുമായി തരണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തി. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെന്നേരും വിശുദ്ധ മാർഗരീത്ത മറിയം അലോക്കിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കുരിശിൽ ഉയർത്തപ്പെട്ട അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മയനീയമായ സ്നേഹത്താൽ തന്നെ നൽകുകയും തിരുസഭയുടെ ഉദാശകൾ
നിർഗളിക്കുന്ന കുത്തി തുറന്ന് വിലാപനം ചോരയും നീരും ചൊരിയുകയും അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് രക്ഷയുടെ ആ നീരുറവേദനം എല്ലാവരും സന്തോഷപൂർവ്വം പാലനം ചെയ്യുവാൻ അങ്ങ് അനുഗ്രഹിക്കുന്നുണ്ട്. ആകയാൽ എല്ലാ വിശുദ്ധരോടും എല്ലാ മാലാഖമാരും ചേർന്ന് ഞങ്ങൾ എല്ലാവരും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാം നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേ ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൊമ്പി മുട്ടുകൾ മടക്കി കർത്താവിനെ ക്രിസ്തുവിലേക്ക് നോക്കാം. ഭക്തിയോടെ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനമാണ്. അവിടുന്ന് പീഡാസകനത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പരമാർത്ഥം വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകിയ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തു അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തുപറമ്പിൽ ഒരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിൽ ഉൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവരും ഓർക്കണമേ. പ്രത്യേകം ഇന്ന് മരണമടഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പള്ളിക്കാവ് വീട്ടിലും മേരി സെബാസ്റ്റ്യനെ, മിനി ഷാജി മാപ്പശ്ശേരിയെ, ആരും പോരുമില്ലാതെ പഴമടത്തിൽ വർക്കി ത്രേസ്യാമ്മ സെബാസ്റ്റ്യൻ, കളത്തുപുരമിൽ അന്തപ്പൻ മറിയം ഷെർലി ഔസേപ്പ്, വാലിങ്കൽ അഗസ്റ്റിൻ അന്ന, ആരും പോരുമില്ലാത്ത ശ്രുതിയ സന്മാർ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ മരിച്ചുപോയ
ഈ ലോകത്തെ മറുപടി എല്ലാവരെയും ഈശോയെ സ്വർഗസന്നിധി സ്വീകരിക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും, പ്രത്യേകം ജെൻസൺ സക്രിയായി, മറ്റെല്ലാവരെയും ജെൻസസ് കറിയായി, മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണം. ദിവസം പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രമോദ് വിമോൾ, ലീന സജി, നിഷാറയ്യ, സുനി ടോമി, പ്രത്യേകമാവിധം ടോമി വിൽഫ്രഡ്, ഈ എളിയവരായ ഞങ്ങളെയും ഈ ബലിയിൽ പങ്കുചേർന്ന പണി കട്ടൻസ് കുടുംബാംഗങ്ങളെയും മറ്റെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥൻ, ഞാൻ സ്വർഗീയ മധ്യസ്ഥമായ പിതാവ് പുസ്തകത്തോടും ഇന്നത്തെ തിരുനാൾ കാലമതിയായ വിശ മാർഗരേറ്റ മറിയത്തോടും മറ്റെല്ലാ വിശുദ്ധരും അത് നിത്യജനം പങ്കുചേരുവാൻ ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കാര്യങ്ങൾക്കൊപ്പം ത്രിത്വ ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് ഇഷ്ടപ്പെടിപ്പിച്ച പ്രാർത്ഥന എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും എല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപുരമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നതോടെ ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളെ ഞങ്ങളോട് ശ്രമിക്കണമേ. ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങൾ ഇഷ്ടകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമന പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാക്കി എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും എന്നങ്ങ് അപ്പോസ്തലന്മാർ അനുസരിച്ച കർത്താവായ ഈശോയെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസതകൾ മാത്രം അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുകൊള്ളിയാൽ എന്ന് നാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവം കുഞ്ഞാടെ നീ കനിയേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളെ നീ കനിയേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കണം. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുസ്വരക്തങ്ങളെ സ്വീകരിക്കണം, നമ്മെ നിത്യ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, പിതാവായ ദൈവം, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ അങ്ങേ ഞങ്ങൾ സത്യമായ ദിവ്യകാരുണ്യത്തിൽ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി എഴുന്നള്ളി വരണം. അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ.
ഒരു നിമിഷം നിൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ കഥനമേറുമെൻ കഥ പറയുമ്പോൾ കരുണയോടത് മുഴുവൻ കേൾക്കാം നാഥാ, നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളെല്ലാം. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തുപോ. നീതിമാനായി ഞാൻ ചമഞ്ഞു ചെയ്യേണ്ട നന്മകൾ മറന്നുപോ. യേശുവേ കനിയൂ, അകന്നു പോകാതെ ആത്മനേ പകരണേ എന്നുമെൻ ജീവനിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്നേഹത്തിൻ്റെ ഈ സ്വർഗീയവരാശ അങ്ങ് ദിവ്യ സ്നേഹത്താൽ ഞങ്ങളെ തീഷ്ണതയുള്ളവരാക്കണമേ. മർഗരീത്ത മറിയം അലോക്കിൻ്റെ തിരുനാളിൽ ഞങ്ങൾ അങ്ങേ പുത്രനിലേക്ക് ആകർഷിക്കപ്പെട്ട് സഹോദരൻ അവിടുത്തെ ദർശിക്കാനുള്ള അറിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾക്കൊപ്പം ഈശോയ്ക്ക് പരസ്പരം പഞ്ചവ സ്തുതി പറയാം. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. വിണ്ണിൻ